വൈദ്യുതി പ്രതിസന്ധിയിൽ KSEBക്ക് ആശ്വാസം. റദ്ദാക്കിയ 4 വൈദ്യുതി കരാറുകൾ പുനഃസ്ഥാപിച്ചു. യൂണിറ്റിന് 4.29 രൂപയ്ക്ക് വൈദ്യുതി ലഭിക്കുന്ന 465 മെഗാവാട്ടിൻ്റെ കരാറുകളാണ് ഇപ്പോൾ പുനഃസ്ഥാപിച്ചിരിക്കുന്നത്. വിശദവിവരങ്ങളുമായി VA ഗിരീഷ് ചേരുന്നു. ഗിരീഷ്, ഗുഡ് മോർണിംഗ്. ഗിരീഷ്, എന്താണ് പുതിയ വാർത്തകൾ? അത് ഉപഭോക്താവിൽ ഉണ്ടാകുന്ന സ്വാധീനം എന്തായിരിക്കും? ഗുഡ് മോർണിംഗ് SKN. ഇത് 25 വർഷത്തേക്കുള്ള ദീർഘകാല കരാറുകളാണ് നേരത്തെ KSEB ഏർപ്പെട്ടിരുന്നത്. ഇതനുസരിച്ച് 2016 മുതൽ നമുക്ക് വൈദ്യുതി ലഭിച്ചുകൊണ്ടിരിക്കുകയുമാണ്. ഇതാണ് വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ ചില സാങ്കേതികത്വത്തിന്റെ പേരിൽ റദ്ദാക്കിയത്. ഇതേ തുടർന്ന് സംസ്ഥാനത്ത് അസാധാരണമായ ഒരു വൈദ്യുതി പ്രതിസന്ധി ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. കാരണം ഒരു ദിവസം 465 മെഗാവാട്ട്, അതും 4 രൂപ 29 പൈസ എന്ന കുറഞ്ഞ നിരക്കിൽ ലഭിച്ചുകൊണ്ടിരുന്നത് പെട്ടെന്ന് നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകളുണ്ട്. ഇത് മറികടക്കുന്നതിന് വേണ്ടി വൈദ്യുതി ബോർഡ് പവർ എക്സ്ചേഞ്ചിൽ നിന്ന് യൂണിറ്റിന് 12 രൂപ വരെ ഉയർന്ന നിരക്കിലാണ് വൈദ്യുതി വാങ്ങി ജനങ്ങൾക്ക് നൽകിയിരുന്നത്. അതുകൊണ്ട് തന്നെ വൈദ്യുതി നിരക്കിൽ വലിയ തരത്തിലുള്ള വ്യത്യാസം ഇതിൽ ഉണ്ടാകുമായിരുന്നു. അതോടൊപ്പം തന്നെ സർചാർജ് വലിയ തരത്തിൽ ജനങ്ങൾക്ക് നൽകേണ്ടി വരുമായിരുന്നു. എന്നാൽ സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിൽ ഇടപെടുകയും റെഗുലേറ്ററി കമ്മീഷനെടുത്ത് ഈ വൈദ്യുതി കരാറുകൾ പുനഃസ്ഥാപിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. തുടർന്ന് വൈദ്യുതി ബോർഡ് റെഗുലേറ്ററി കമ്മീഷൻ വീണ്ടും അപേക്ഷ നൽകി. ഇതിൽ തെളിവെടുപ്പ് നടത്തിയാണ് ഇപ്പോൾ റെഗുലേറ്ററി കമ്മീഷൻ ഈ കരാറുകൾ പുനഃസ്ഥാപിക്കാനുള്ള അംഗീകാരം നൽകിയിരിക്കുന്നത്. ജിൻഡാൽ, ജാംബുവ, ജിൻഡാൽ തെർമൽ പവർ എന്നീ 3 കമ്പനികളിൽ നിന്നായി 465 മെഗാവാട്ട് കുറഞ്ഞ നിരക്കിൽ വാങ്ങുന്നതിന്, അതായത് യൂണിറ്റിന് 4 രൂപ 29 പൈസ നിരക്കിൽ വാങ്ങുന്നതിനാണ് ഇപ്പോൾ റെഗുലേറ്ററി കമ്മീഷൻ അനുമതി നൽകിയിരിക്കുന്നത്. മാത്രമല്ല, റെഗുലേറ്ററി കമ്മീഷൻ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ഈ കമ്പനികൾ ഏതെങ്കിലും വൈദ്യുതി നൽകാൻ തയ്യാറായില്ലെങ്കിൽ അക്കാര്യം 1 മാസത്തിനും റെഗുലേറ്ററി കമ്മീഷനെ അറിയിക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഈ കമ്പനികളെ കരിമ്പട്ടികയിൽപ്പെടുത്തിക്കൊണ്ട് ഇവരിൽ നിന്ന് വൈദ്യുതി വാങ്ങുന്നത് പൂർണ്ണമായും വിലക്കുക എന്നുള്ളതാണ് റെഗുലേറ്ററി കമ്മീഷന്റെ നീക്കം. ഇതോടുകൂടി ഈ വൈദ്യുതി കരാറുകൾ പുനഃസ്ഥാപിക്കുന്നതോടുകൂടി ജനങ്ങൾക്ക് വലിയ തരത്തിലുള്ള ആശ്വാസം ഉണ്ടാകുമെന്ന് സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധി ഒഴിയുന്നു. ലോഡ് ഷെഡിങ്ങോ മറ്റു നിയന്ത്രണങ്ങളോ ഏതായാലും സംസ്ഥാനത്ത് ഉണ്ടാകില്ല എന്നുള്ള കാര്യം ഉറപ്പാകുന്നു. മറ്റൊന്ന്, ജനങ്ങൾക്ക് ഉണ്ടാകുമായിരുന്ന അധിക ഭാരം അത് ഇല്ലാതാകുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. SKN. ഓക്കെ, താങ്ക് യു VA ഗിരീഷ്. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.